നിധിയും ശ്രുതിയും പോയി കഴിയുമ്പോൾ സുഭാഷിനോട് ഇന്ന് ജോലിക്ക് പോകുന്നില്ലെന്ന് ഹരീഷും നികേഷും ചോദിക്കുമ്പോൾ സുഭാഷ് പറയും ഇന്ന് ഞാൻ പോകുന്നില്ലടാ. സുഭാഷ് അകത്ത് പോകുമ്പോൾ അവർ പറയും ജോലിയൊന്നും മിസ്സാക്കാത്ത ആളാ, ഇപ്പം ഭയങ്കര മൂഡ് ഓഫാണ്. സുഭാഷ് അകത്ത് പോയിട്ട് സുനിതയെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ നിധി കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുൻപ് കാറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ശ്രുതിയോട് പറയും കഴിഞ്ഞ തവണത്തെ പോലെ എന്നെ വെറുതെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. ശ്രുതി പറയും താൻ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്ക്, അല്ലാതെ പുറത്ത് ഞാൻ വെയിറ്റ് ചെയ്യണമെന്ന് വെറുതെ വേവലാതിപ്പെടണ്ട. നിധി പറയും ഹലോ, എനിക്ക് വേവലാതിയൊന്നുമില്ല. എന്നെ വെയിറ്റ് ചെയ്ത് വെറുതെ ഉള്ള ജോലി കൂടി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. തനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് മതിയല്ലോ നമുക്ക്. നിധി രൂക്ഷമായിട്ട് നോക്കുമ്പോൾ ശ്രുതി പറയും അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. തനിക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ ഇടയ്ക്ക് തന്നോട് കടം ചോദിക്കാമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിധി പറയും അങ്ങനെ ഓരോന്നും ഉദ്ദേശിക്കേണ്ട, ചിലപ്പോൾ സങ്കടപ്പെടേണ്ടി വരും. ശ്രുതി ഓ ഇനി 15 മിനിറ്റ് കൂടി ഉള്ളൂ കേട്ടോ, വേഗം ചെല്ലുമെന്ന് പറയും. നിധി പറയും ശരിയാ, ഞാൻ പോയി നോക്കട്ടെ. ശ്രുതിയാണെങ്കിൽ പോകുന്നില്ല, അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. സുനന്ദയുടെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എല്ലാവരും ഉണ്ട്. അവർ ദുബായിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്യച്ഛൻ പറയും ദുബായി പോയി കഴിഞ്ഞാൽ ഞങ്ങളൊന്നും മറക്കരുത് മോളെ. സുനന്ദയുടെ അമ്മ പറയും ഇവിടുന്ന് പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു വിഷമമാണ്. സുനന്ദയുടെ ഹസ്ബൻഡ് പറയും അതിനെന്താ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാമല്ലോ. സുനന്ദ അമ്മയോട് പറയും ഞാനൊന്ന് ഭാസ്കരമ്മ അമ്മയുടെ വീട് വരെ പോയിട്ട് വരാം. അമ്മയ്ക്കും അതെന്തിനാ, ഇനി എന്നാ ഇങ്ങോട്ട് വരാമെന്ന് എനിക്കറിയില്ലല്ലോ, വന്നാൽ തന്നെ ഇനി അങ്ങോട്ടൊന്നും പോകലുണ്ടാവില്ല. പക്ഷേ അമ്മ അതിന് സമ്മതിക്കില്ല. വല്യച്ഛനും പറയും അതൊന്നും വേണ്ട മോളെ. അച്ഛനാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല. സുനന്ദ ഭർത്താവിനോട് ചോദിക്കുമ്പോൾ പുള്ളി പറയും കൂടെ കളിച്ചു വളർന്ന ആൾക്കാരല്ലേ, അതിനെന്താ പോയി കണ്ടോ. അമ്മ പിന്നെ അതിനെ എതിർക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛൻ പറയും മോളൊന്ന് പോയി കണ്ടോട്ടെ, ഇനി മനസ്സിൽ അങ്ങനെ ഒരു വിഷമം വേണ്ട. മുതിർന്നവർ തമ്മിലുള്ള വഴക്ക് കുട്ടികളും ഓർത്തിരിക്കാത്തതാണ് നല്ലത്. സുനന്ദ സുഭാഷിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മ പിറകുന്ന് വന്നിട്ട് പിടിച്ച് നിർത്തുകയാണ്. നീ ഇപ്പം എന്തിനാ അങ്ങോട്ട് പോകുന്നു, ഇനി നാട്ടുകാരൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു നാണക്കേട് കൂടി വരുത്തി വെക്കാനോ. അങ്ങനെ ഓരോന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സുനന്ദ പറയും കല്യാണത്തലേന്ന് കല്യാണം പിടിച്ച് ഞാൻ ആ വീട്ടിലേക്കാണ് പോയത്. എന്നിട്ടും സുഭാഷേട്ടനാണ് പറഞ്ഞു മനസ്സിലാക്കി എന്നെ തിരിച്ചയച്ചത്. ആ സുഭാഷേട്ടന് എൻ്റെ കല്യാണം കഴിഞ്ഞുവെന്ന് എന്നേക്കാളും ബോധ്യമുണ്ടാവും. സുഭാഷേട്ടനെ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളെപ്പോലെ ഇരുണ്ട മനസ്സുള്ള ഒരാളൊന്നുമല്ല സുഭാഷേട്ടൻ. ഇനി നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടാനും വരണ്ട. ഞാൻ എൻ്റെ ഭർത്താവിനോട് സമ്മതം ചോദിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ അച്ഛനും സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല. അതും പറഞ്ഞ് സുനന്ദ പോവുകയാണ്. ഇൻ്റർവ്യൂവിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ അതിൽ നിധി ഉണ്ടാവും. നാളെ രാവിലെ ഒരു HR ഇൻ്റർവ്യൂ കൂടി ഉണ്ടെന്ന് അവിടുന്ന് പറയും. നിധി പുറത്തിറങ്ങുമ്പോൾ ശ്രുതിയെ കാണുന്നില്ല. ശ്രുതി നിധിയെ കണ്ടിട്ട് മനസ്സിലിങ്ങനെ പറയും ജോലി കിട്ടിയെന്നാണ് തോന്നുന്നത്, മുഖത്തൊരു സന്തോഷമുണ്ട്. നിധിയാണെങ്കിൽ മനസ്സിലിങ്ങനെ പറയും പോയിട്ടുണ്ടാവുമോ. അതും പറഞ്ഞ് നിധി ഫോൺ വിളിക്കുകയാണ്. ശ്രുതി ഫോൺ എടുത്തിട്ട് പറയും ദാ ഇവിടെ എന്ന് പറഞ്ഞിട്ട് കൈ കാണിക്കും. നിധി പറയും എനിക്ക് മുമ്പ് കയറിയവരൊക്കെ ടഫായിരുന്നു, പക്ഷേ ഞാൻ കോൺഫിഡൻസോടെ ഉത്തരമൊക്കെ പറഞ്ഞു. ജോലി കിട്ടിയെന്ന് ഒരു 99% ഉറപ്പായിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് വലിയ സന്തോഷമാവും. ശ്രുതി പറയും കൊട് കൈ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കും. എന്നിട്ട് നിധിയെ കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോൾ നിധി വയ്ക്കും എന്താ ഇത്. ശ്രുതി പറയും ഒരു ഫ്രണ്ട്ലി ഹഗ്, ഫ്രണ്ട്സൊക്കെ കെട്ടിപ്പിടിക്കാറില്ലേ അതുപോലെ. അത് കേട്ടിട്ട് നിധി ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയാണ്. സുഭാഷിനെ പണിസ്ഥലത്ത് നിന്ന് ഹിന്ദിക്കാരൻ വിളിക്കുകയാണ്. സുഭാഷ് ഏട്ടാ ഇറങ്ങിയില്ലേ, ഉച്ചയ്ക്കൊരു പണി സൈറ്റ് നോക്കാൻ പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നു. സുഭാഷ് വേഗം അടുക്കളയിലേക്ക് പോവും. ആ സമയത്ത് സുനന്ദ വീട്ടിലേക്ക് വരികയാണ്. സുനന്ദ പറയും കല്യാണം കഴിഞ്ഞു, ദാ താലി. എന്നെ കൊണ്ടുപോകാൻ അശ്വിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും. അതിനു മുമ്പ് സുഭാഷ് ഏട്ടനെ വന്നൊന്ന് കാണണമെന്ന് തോന്നി. സുഭാഷ് വയ്ക്കും പറഞ്ഞിട്ടുണ്ടോ അതോ പറയാതെ വന്നതാണോ, ഇനി അറിയുമ്പോൾ പ്രശ്നമാകുമോ. സുനന്ദ പറയും ഞാനിങ്ങോട്ട് വരുന്നുവെന്ന് പറഞ്ഞിട്ട് തന്നെ വന്നത്. ആ സമയത്ത് വീട്ടിലേക്ക് നികേഷും കൂടെ വരികയാണ്. സുനന്ദ വയ്ക്കും സുഭാഷ് ഏട്ടനെ എന്തെങ്കിലും പറയാനുണ്ടോ, ഇനി നമ്മൾ തമ്മിൽ കാണില്ല. സുഭാഷ് പറയും എന്നും നീ സുഖമായിട്ടിരിക്കണം. നികേഷ് ശ്രുതിയെ വിളിച്ചിട്ട് പറയും സുനന്ദ നമ്മുടെ അടുക്കളയിൽ സുഭാഷ് ഏട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇനി അതൊക്കെ വല്യച്ഛനൊക്കെ വന്ന് കണ്ടാൽ അറിയാലോ. ശ്രുതിക്ക് സുനന്ദയോ അതെന്തിന്. നികേഷ് പറയും എനിക്കറിയില്ല.